ബോക്സ് ഓഫീസ് അടിച്ച് തകർത്തിരിക്കുകയാണ് കളങ്കാവൽ. കളങ്കാവൽ പ്രതീക്ഷയ്ക്ക് മുകളിലേക്ക് പോകുന്ന ഒരു പ്രീസെയിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഇനി സിനിമ ഇറങ്ങാൻ 2 ദിനങ്ങൾ ബാക്കി നിൽക്കുകയാണ്. ഇന്നത്തോടെ സിനിമ 2 കോടിയിലേക്ക് എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് വിട്ടുതരുന്നു. ഇതിനോടകം തന്നെ ഹയസ്റ്റ് പ്രീസെയിൽ 2025 നേടിയ എമ്പുരാൻ്റെ തൊട്ട് പിന്നാലെ എത്തുകയാണ് കളങ്കാവൽ. ബസൂക്ക നേടിയ $42K മുകളിലേക്ക് സിനിമ ഇന്നത്തോടെ എത്തുകയാണ്. ഇപ്പോൾ നിലവിൽ സിനിമയ്ക്ക് $41K കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്ത. തുടരും, ആലപ്പുഴ ജിങ്കാന തുടങ്ങിയ ചിത്രങ്ങളുടെ എല്ലാം 2 ദിവസത്തെ അല്ലെങ്കിൽ റിലീസിന് മുമ്പുള്ള 2 ദിവസത്തെ ആ പ്രീസെയിലൊക്കെ കടന്ന് സിനിമ മുന്നോട്ട് കുതിക്കുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ ഉച്ചയ്ക്ക് 3 മണി വരെ നേടിയത് 1,36,00,000 രൂപയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 10 ലക്ഷം രൂപ നേടിയ ചിത്രം ഓവർസീസിൽ നിന്ന് 41 ലക്ഷം രൂപയും നേടിയിരിക്കുകയാണ്. വേൾഡ് വൈഡായിട്ട് ഉച്ചവരെ നേടിയത് 187 കോടി. അതായത് 2 കോടി ഇന്നത്തോടെ സിനിമ ടച്ച് ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇനിയും 1.5-2 ദിവസം ബാക്കി നിൽക്കുകയാണ്. പ്രതീക്ഷിക്കുന്നത് 3 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ തന്നെയാണ്. ഇത് തുടക്കത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. 1 കോടി പോലും തികച്ച് പ്രതീക്ഷിക്കാത്ത ഒരു ചിത്രം. നമുക്കറിയാം ഈ ഒരു സിനിമയുടെ ജോണറും കാര്യങ്ങളുമൊക്കെ. പക്ഷേ ഒരു കാര്യം നമ്മളേവരും ശ്രദ്ധിച്ചിരുന്നു, ഇത് മമ്മൂട്ടിയുടെ അതിഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് മൂവി ആയിരിക്കും എന്നുള്ളത്. മമ്മൂട്ടിയുടെ മാത്രമല്ല, വിനായകൻ്റെയും ഞെരിപ്പൻ പ്രകടനം കാണാൻ കഴിയുമെന്നുള്ളത്. ഒരു നല്ല സിനിമ കാണണമെങ്കിൽ ഇന്ന് തീർച്ചയായും അത് മമ്മൂട്ടിയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. പ്രത്യേകിച്ച് അഭിനയ പ്രാധാന്യമുള്ള ഇന്ന് സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയമൊന്നുമല്ല, എന്തെങ്കിലുമൊക്കെ കാണിച്ചു പോകുന്ന പല സിനിമകളും പുതുമയുടെ പേരിൽ വലിയ രീതിയിൽ ഹിറ്റുകളാകാറുണ്ട്. പക്ഷേ തിരിഞ്ഞ് ഒന്ന് നോക്കുമ്പോൾ അതിനൊന്നും പിന്നീട് വാല്യൂ ഇല്ലാത്തത് നമ്മൾ കാണാറുമുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, കളങ്കാവൽ വർഷങ്ങളോളം മലയാള സിനിമയ്ക്ക് അഭിമാന മുഹൂർത്തം നൽകുന്ന ഒരു ചിത്രം തന്നെയായിരിക്കുമെന്നുള്ളത്. അത്രത്തോളം ഗംഭീരമാണ്. മമ്മൂട്ടി പോലും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു കഥാപാത്രവുമായി എടുക്കുമ്പോൾ, അതൊരു പരീക്ഷണ ചിത്രമായി വരുമ്പോൾ ഒരു ലോ ബജറ്റ് ചിത്രത്തിന് ലഭിക്കുന്ന സ്വീകാര്യതയല്ല ഇതിനിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതിഗംഭീരമായിട്ടുള്ള ഒരു വരവേൽപ്പ് തന്നെയാണ്. ലോകമെമ്പാടും നല്ല ലെവലിലുള്ള പ്രൊമോഷനും ഒപ്പം നല്ല ലെവലിലുള്ള ഒരു തിയേറ്ററുമാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. കേരളത്തിൽ പല സ്ഥലങ്ങളിലും തിയേറ്ററുകളുടെ എണ്ണം കൂട്ടുകയും ചെയ്യുന്നു. എന്താണെങ്കിലും കളങ്കാവൽ അടിച്ച് കയറുക തന്നെയാണ് ബോക്സ് ഓഫീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് രാത്രി 10 മണിക്ക് മുമ്പ് തന്നെ സിനിമ 2 കോടി കടക്കുമെന്നുള്ളത് ഉറപ്പിക്കാം. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാം. താങ്ക് യു ബ്രോസ്.